ഞായറാഴ്ചയല്ലേ കല്യാണം, കുറച്ചുകൂടെ തീരാനുണ്ട്. വ്യാഴാഴ്ച എല്ലാം തീർത്തം കന്നേക്കാം. മതി, ഇവിടെ ഒരിടം വരെ വന്നതാ, അപ്പൊ ഒന്ന് കേറിയിട്ട് പോകാമെന്ന് വെച്ചു. തട്ടാരേ, ഞങ്ങളുടെ കാർത്തിക എനിക്ക് പണിത് കൊടുത്ത കാശുമാല നല്ല പൊലിമയുള്ളതായിരുന്നു. കണ്ടാൽ ഒരു 6 പവൻ തോന്നും. 3.5 പവൻ കൊണ്ടാണ് പണിത്. ഇത് 4 പവനല്ലേ, അതിൽ കൂടുതൽ പൊലിമ തോന്നിക്കും. മോൻ എവിടെ പോയി? ആ കരുവറമാൻ എങ്ങാണ്ട് തന്നെ കിടപ്പുണ്ടാവും. എന്നാ ഞങ്ങള് വ്യാഴാഴ്ച വരാം. അച്ഛാ, അവൻ ആ ഡമ്മയ്ക്ക് പിണ്ണമക്കാൻ പോയിരിക്ക. ഇവിടെ പിടിപ്പത് പണിയുള്ള എന്റെ നടക്കുന്നു. കേട്ടിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല, അവിടാന്ന് പോയി നോക്കാൻ. അച്ഛനെ അന്വേഷിക്കുന്നുണ്ട്. ഈ കൃഷ്ണൻകുട്ടിയുടെ മന്ത്രയ്ക്ക് എഴുതിക്കുന്നതിന്റെ ഗമ ലീലേച്ചിക്ക് അറിയായിട്ടാ അല്ലാന്നില്ല. കഴിഞ്ഞല്ല അമ്പലത്തിലെ പൂരത്തിന് ഇടഞ്ഞതായവൻ, അത് നീ മറക്കണ്ട. ഒരിക്കൽ ഇടഞ്ഞെന്ന് വെച്ച് തോന്നുമ്പോ മനുഷ്യരെ പോലെ ആന നിറവ്യത്യാസം കാട്ടാറില്ല. നീ വരുന്നുണ്ടോ? നീ അച്ഛന്റെ തല്ല് ഇന്നും കൊള്ളാനായിരിക്കും പുറപ്പാട്. അച്ഛൻ എന്നാ തല്ലാത്ത? ലീലേച്ചി പോയിക്കോ, ഞാൻ വന്നോളാം. വേഗം വന്നോളൂ. നന്നായിട്ട് പുഴയിലൊന്ന് മുങ്ങിക്കുളിച്ചു. കൃഷ്ണൻകുട്ടിയെ കുളിപ്പിക്കുകയും ചെയ്തു. സൂക്ഷിക്കണം കേട്ടോ, ഈ ആനപ്പുറത്തുള്ള കളി അത്ര നല്ലതിനല്ല. കൃഷ്ണൻകുട്ടിക്ക് പാടാൻ ഗോവിന്ദനേക്കാൾ ഇഷ്ടം എന്നോടായിരുന്നു. അറിയാം, എന്നാലും കേൾക്കാൻ രസമുണ്ട്. പ്രസാദം എന്നും പ്രാർത്ഥിക്കാറുള്ളത് തന്നെ. ദേ, അച്ചുതട്ടാൽ വരുന്നുണ്ട്. കല്യാണപ്പണിയുടെ തിരക്കിലാ തെണ്ടി അടക്കുന്ന കഴിവറ മോൻ. ഓടാ വീട്ടിൽ പോടാ. എന്തിനാ ചേച്ചി പാടില്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്? ഡോക്ടർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എത്ര ദിവസം എത്തമ്മോ ഒന്നും ചെയ്യാതെടുക്കാൻ ഇരിക്കാൻ പറ്റുക? ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കാന്ന കാര്യം മറന്നാ ചേച്ചി ഓരോന്നും ചെയ്യുന്നത്. ആ ചേട്ടന് ചായ കൊണ്ടുപോണ്ടേ? ആ, നിന്നെ കാണാതായപ്പോ അങ്ങേതിരെ മണിക്കൂട്ടിന്റെ കൊടുത്തയച്ചു. ഇനി അത് വൈകിയെന്ന് പറഞ്ഞ് അങ്ങേര് കിടന്ന് ബഹളം വെക്കണ്ട. അല്ല, നീ എന്താ വൈകിയേ? വരുന്ന വഴിക്ക് തട്ടാക്കുട്ടിയെ കണ്ടു. ആനയുടെ പുറകെ നടക്കുന്നുണ്ടാവൂല്ലേ? ആ, ആനയെ കുറിച്ചുള്ള പുളൂസും കേട്ട് നടന്നു വരുമ്പോഴാ അയാളെ കണ്ടത്. ആരെ? അച്ചുതട്ടാരെ? ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടോ? എന്ത് ഉപദ്രവം അയാൾ ചെയ്യുന്നേ? എവിടെ നിന്നൊന്നും അയാൾക്ക് ഒരു നോട്ടില്ല. പണി ചെയ്യാൻ ആളെ കിട്ടിയെന്നും പറഞ്ഞ് എന്റെ മുമ്പിൽ വെച്ച തട്ടാക്കുട്ടിയെ തല്ലിയത് ഞാനങ്ങ് പേടിച്ചു പോയി. അല്ല ചേച്ചി, തട്ടാക്കുട്ടി അയാളുടെ മോൻ തന്നെയെന്നാ എനിക്കിപ്പോ സംശയം. സ്വന്തം മോൻ തന്നെയാ. അയാളുടെ സ്വഭാവം അതാ, ഒരു മുരടൻ. ആ, നീ ചെന്നാ തേങ്ങ ചണ്ടി വെക്കേ. ആ ചെല്ലേ മോളെ. വാ, മതി കളിച്ചത്.
നേരം മങ്ങിയ നേരത്തെക്കര മാനത്തെത്തുവതാരോ മാനത്തെത്തുവതാരോ നേരം മങ്ങിയ നേരത്തെക്കര മാനത്തെത്തുവതാരോ മാനത്തെത്തുവതാരോ അങ്ങും ഇങ്ങും നക്ഷത്രങ്ങൾ എന്നുടെ വലയിൽ വീണല്ലോ എന്നുടെ വലയിൽ വീണല്ലോ എന്നുടെ വലയിൽ വീണല്ലോ എന്നുടെ വല അച്ഛനെ ഇന്ന് വൈകുന്നേരം രാജകുമാരി വരും. രാജകുമാരിയോ? ആശാൻ തമാശ. ഇന്ന് ബ്ലൗസ് തച്ചു കൊടുക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. അതിന് ബ്ലൗസിന്റെ അളവ് വേണ്ടേ? അളവ് ബ്ലൗസ് മേശക്കടിയിൽ ആശാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കല്ലേ. എടാ എടാ, ആ അളവ് ബ്ലൗസ് കൊണ്ട് ബ്ലൗസ് വെച്ചാലേ അവളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് അതങ്ങൾ കടക്കില്ല. ആശാൻ അവർ തൊട്ടും പിടിച്ച് അളവെടുക്കാൻ വേണ്ടി അല്ലേ ആശാനെ? ഓടാ. നേരം മങ്ങിയ നേരത്തക്കര മാനത്തെത്തുവതാരോ. ബ്ലൗസ് വെച്ചോ? എന്ത് ചോദ്യ രാജകുമാരി ഇത്? അളവെടുക്കാതെ ബ്ലൗസ് തയ്ക്കാൻ പറ്റുമോ? അളവ് ബ്ലൗസ് ഞാൻ തന്നിരുന്നല്ലോ. അതുകൊണ്ട് ബ്ലൗസ് തയ്ച്ചാ രാജകുമാരിക്ക് ഇടാൻ പറ്റില്ല. എന്റെ രാജകുമാരി, ഇത് നിന്റെ കല്യാണ സമയത്തുള്ള ബ്ലൗസ് അല്ലേ? അന്നത്തെ പോലെ നീ ഇപ്പിരിക്കുന്നത്. ശരിയാ, ഞാനതങ്ങ് മറന്നു. പക്ഷേ ഇന്ന് എനിക്ക് ബ്ലൗസ് വേണം. അതിന് 1 മണിക്കൂർ സമയം പോരെ? രാജകുമാരി വാ, അളവെടുക്കാം. വാ. എഴുതടാ. ഒന്നും കൂടെ തിരിഞ്ഞു. ഇനിയേ ആ കൈ ഒന്ന് പൊക്ക്. 34. എഴുതടാ. 34. കൈ പൊക്കേണ്ടിരുന്നോട്ടെ, അതൊരു കുഴപ്പമില്ല. കൈ പൊക്കില്ല, കൊല്ലാനൊന്നല്ലല്ലോ. 35. എഴുതറ. 35. തിരിഞ്ഞു. ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ ഒരു സ്ഥലത്തേക്ക് മുകളിൽ നിന്റെ അളവൊക്കെ എടുത്ത് നിന്നെ ഞാൻ ഇന്ന് ഹസ്ബൻഡ് ഇപ്പൊ ഇവിടെ ഉണ്ട്. അപ്പൊ 2 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ എന്ന് പറഞ്ഞത്? അവിടുന്ന് പിരിച്ചു വിട്ടു. 10. എഴുതാ. 10. 18. എഴുതാ തെണ്ടി. ആ പോക്കാ പോക്കാ പോ. എന്തൊക്കെ ആശാന്? ഓ, തട്ടാര് പണപ്പരവും കഴിഞ്ഞ് പോവുമല്ലേ? മടി നിറച്ച് പണമായിരിക്കും. കാണ കൊള്ളാവുന്ന പെമ്പിള്ളേരുള്ള വീട്ടില് തട്ടാര് പണം പലിശക്ക് കൊടുക്കത്തുള്ളൂ. അത് ലോകം പറഞ്ഞ കാര്യമല്ലേ? തട്ടാര് പണം പലിശ കൊടുക്കുന്ന വീട്ടിലെ പെമ്പിള്ളേരെ കെട്ടാൻ ഈ നാട്ടിലെ ഏതെങ്കിലും ചെറുപ്പക്കാർ തയ്യാറുണ്ടോ? കഴിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. ശ്രീധരന്റെ മോക്ക് ഒരു കല്യാണാലോചന ഒത്തു വന്നതാ. തട്ടാരോട് അയാൾ പണം മേടിച്ചിട്ടുള്ള വിവരം അവരെങ്ങനെയോ അറിഞ്ഞ്. എന്നിട്ടേ ആ ചെറുക്കൻ പറയാ ആ പെണ്ണിനെ അവന് വേണ്ടാന്ന്. എവിടെ ഒരു പലിശയ്ക്ക് കൊടുപ്പ്. ശ്രീധരൻ ഇവിടെ ഇല്ലേ? നീ എന്തായാലും മനുഷ്യരെ കാണാതെ ഓടി അകത്ത് കയറിയത്? അച്ഛൻ ഇവിടെ ഇല്ല. ആ, തിരിച്ചു തരണമെന്ന് വിചാരിച്ചോ അപ്പം പലിശയ്ക്ക് പോയത്? അതാ നിന്റെ ആങ്ങൾക്ക് ജോലി കിട്ടിയോ? അച്ചുത്തട്ടായുടെ കൈ കൊണ്ട് ആർക്ക് പണം കൊടുത്താലും മോശം വരില്ല. നീ അച്ഛനോട് പറഞ്ഞേര് പണം തരാമെന്ന് പറഞ്ഞ തീയതിയൊക്കെ കഴിഞ്ഞെന്ന്. അച്ഛൻ ഒരിടത്തുനിന്ന് പണം ചോദിച്ചിട്ടുണ്ട്. ഇത് കിട്ടിയാൽ ഉടനെ അച്ഛത്തട്ടാരെ പണം കൊണ്ട് തരാം. പണം കിട്ടിയാലല്ലേ? ആ, നീ പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചു ദിവസം കൂടെ ക്ഷമിക്കാം. നീ എന്തായാലും മറയത്ത് തന്നെ നിൽക്കുന്നേ? ഇങ്ങോട്ട് ഇറങ്ങി വാ, ഞാനൊന്ന് കാണട്ടെ. ഒന്നിറങ്ങി വാടി പെണ്ണേ. നീ അങ്ങ് വളർന്നു പോയല്ലോടി പെണ്ണേ. പെണ്ണുങ്ങളായ ഇങ്ങനെ വേണം. നിനക്ക് സ്വന്തം ആവശ്യത്തിന് വല്ല പണമോ പൊന്നോ പൊടിയോ വല്ലതും വേണം, വീട്ടിലേക്ക് വന്നാ മതി കേട്ടോ. ആരാ മോളെ? ഓ, കല്യാണത്തുള്ള സുഖമില്ലാതെ കിടക്കാണല്ലേ? വിളിക്കണ്ട, ഞാൻ പോവാ. ഞാൻ പറഞ്ഞു, നീ മറക്കണ്ട കേട്ടോ. ശാന്തേ, ശാന്തേ, ശാന്തമ്മേ. എന്താ? ആ, ഞാനൊന്ന് പുറത്തിറങ്ങിട്ട് വരാം. കള്ളുഷാപ്പിലേക്കല്ലേ? രാവിലെ മുതലിരുന്ന് തയ്ക്കുന്നതേ. അപ്പോ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് ഒരു കള്ള് കുടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കുടിച്ചിരിക്കണം, അതാ അതിന്റെ ശരി. 4-5 വർഷം കഴിഞ്ഞില്ലേ നീ എന്റെ ഭാര്യയായിട്ട്? എന്നിട്ട് നിനക്കിതിനെ പറ്റി ഒരു വിവരമില്ലല്ലോ. മതി മതി, ഈ വിവരം ഒക്കെ മതി. ചെന്നാട്ടെ. ആ, അങ്ങനെ പറ. അമ്മൂട്ടിയെ, വരട്ടെ. അച്ചുത്തട്ടാര് പണം പലിശയ്ക്ക് കൊടുത്ത
തിരിച്ചു വാങ്ങാനും അറിയാം. പണം കിട്ടിയില്ലേ മുതലാക്കിയിരിക്കും. എന്നിട്ട് പത്രോസ് പണം തന്നാ? 3000 ഒളിവായിക്ക് അവൻ എന്നെ 30,000 തവണ നടത്തി. അപ്പോ പത്രോസിന് കൊടുത്ത പണം ഗോപി അല്ലേ? രൂപ കിട്ടിയില്ലെങ്കിൽ എന്താ, അതിനുള്ള ഉരുപ്പടി ഞാൻ മുതലാക്കി. പത്രോസ് പെങ്ങളെ കെട്ടിക്കാൻ വെച്ചിരുന്ന പൊന്നെടുത്തോണ്ട് പോന്നായിരിക്കും അല്ലേ? പിന്നെ എങ്ങനെ മുതലാക്കി? എടാ, ഈ ലോകത്ത് ഏറ്റവും വില കൂടിയ 2 സാധനങ്ങളേ ഉള്ളൂ. ഏതൊക്കെയാന്നറിയാവോ? എന്താ? പൊന്നും പെണ്ണും. പൊന്നെന്ന് പറഞ്ഞാ പണം. പണം എന്നെ പോയി. പിന്നെ പെണ്ണ്, അത് ഞാൻ മുതലാക്കി. എങ്ങനെ? ലോകത്തൊരു കുഞ്ഞു പോലും അറിയാതെ പത്രോസിന്റെ ഭാര്യ റോസക്കുട്ടിയെ ഞാൻ. അയ്യോ, അതാടാ അച്ചുതട്ടാര്. മനസ്സിലായോ? ഭഗവതി, അച്ചുതട്ടാറ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പോഴേ ഭാർഗവ, തയ്യക്കട തുടങ്ങാൻ ജാമ്യമില്ലാതെയാ ഞാൻ നിനക്ക് 5000 രൂപ തന്നിട്ടുള്ളത്. പലിശ തന്നെ ഇത് 3ാമത്തെ മുടക്കമാ. ഇത് ഇങ്ങനെ പോയാൽ അയ്യോ, ഞാൻ ആവുന്നത് വേഗം തിരിച്ചു തരാം അച്ചുതട്ടാരെ. ആ ഓർമ്മ വേണം. ഞാൻ വരട്ടെ. ഉം. എഴുന്നേരം അങ്ങോട്ട്. കണ്ടിടത്തൊക്കെ തെണ്ടി കിടന്നിട്ട് പണിയെടുക്കുന്ന സമയത്ത് ഉറങ്ങുന്നോ? എഴുന്നേറ്റിരുന്ന് പണിയടാ. എന്താ നോക്കി നിൽക്കുന്നേ? ചോറണം വേഗടി. അവിടെ നോക്കാൻ വന്നിരിക്കുന്നു. ഉറങ്ങാൻ കണ്ട് സമയമേ.